ഞാൻ ജീവനോടെയുണ്ട്. നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ഈ വ്യാജവാർത്തയെ ഞാനിപ്പോൾ തള്ളിക്കളയുന്നു. കൂടാതെ ഓപ്പറേഷൻ റോറിംഗ് ലയണിനെക്കുറിച്ചുള്ള ഒരു പുതിയ വിവരം നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ അമേരിക്കയും ഇസ്രായേലും അതീവ നിശ്ചയദാർഢ്യത്തോടും അഭൂതപൂർവമായ കരുത്തോടും കൂടി ഇറാനിൽ ഒന്നിച്ചു പ്രവർത്തിക്കുകയാണ്. അയത്തുള്ള ഭരണകൂടം ഉയർത്തുന്ന നിലനിൽപ്പിനുമേലുള്ള ഭീഷണികൾ നീക്കം ചെയ്യുന്നതിനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 47 വർഷമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനിലെ ജനങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന ഭരണകൂടമാണത്. അത് അമേരിക്കയ്ക്കു മരണം, ഇസ്രായേലിനു മരണം എന്ന് ആക്രോശിക്കുന്നു. കൂടാതെ സ്വന്തം ജനതയ്ക്ക് അത് മരണം നൽകുന്നു. ഞങ്ങൾക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. 1. ആണവ ഭീഷണി നീക്കം ചെയ്യുക. 2. ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി നീക്കം ചെയ്യുക. ഇവ രണ്ടും ഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴിച്ചുമൂടപ്പെട്ട് വ്യോമാക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം നേടുന്നതിന് മുമ്പുതന്നെ നീക്കം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. 3. ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ വിധി നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം കൈപ്പിടിയിലൊതുക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഇന്ന് അയത്തുള്ള ഭരണകൂടം അമേരിക്കയെ മാത്രമല്ല, ഇസ്രായേലിനെ മാത്രമല്ല, ഇറാനിയൻ ജനതയെ മാത്രമല്ല ആക്രമിക്കുന്നത്. അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും അതിനപ്പുറവും ആക്രമിക്കുകയാണ്. ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, ഖട്ടർ, UAE, ഓമാൻ എന്നിവിടങ്ങളിലെ സാധാരണക്കാരെയും അമേരിക്കക്കാരെയും അമേരിക്കൻ ആസ്തികളെയും അവർ ആക്രമിച്ചു. കൂടാതെ സൈപ്രസ് വഴി യൂറോപ്പിൽ പോലും അവർ തങ്ങളുടെ പ്രോക്സികളിലൂടെ ആക്രമണം നടത്തി. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പരിപാടി ദൂരദിക്കുകളിലുള്ള ഇത്തരം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുമെന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതാണ്. അവരെ തടഞ്ഞില്ലെങ്കിൽ ഇത് വെറും തുടക്കം മാത്രമാണ്. ഇറാനിലെ ഈ മരണാരാധകർ അന്താരാഷ്ട്ര സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിക്കൊണ്ട് ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് നടക്കില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള അമേരിക്കൻ ശ്രമത്തെ ഇന്റലിജൻസ് വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും ഇസ്രായേൽ അതിന്റേതായ രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭരണകൂടത്തിന്റെ പക്കൽ ആണവമുനയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുണ്ടെങ്കിൽ അവർ എങ്ങനെ ലോകത്തെ മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അവർ ഇപ്പോൾ ചെയ്യുന്നത് നോക്കൂ. അന്താരാഷ്ട്ര പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ആണവമുനയുള്ള വാർഹെഡുകളും അവരുടെ പക്കലുണ്ടെങ്കിൽ അവർ എന്തു ചെയ്യുമെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതെത്ര വലിയ ഭീഷണിയായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനാൽ ഇന്ന് ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അമേരിക്കയെയും ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിനെ മുഴുവനും സംരക്ഷിക്കുകയാണ്. ലോകത്തെ മുഴുവനെന്നു പറയാൻ പോലും ഞാൻ മുതിരുന്നു. യുദ്ധം തുടങ്ങി 20 ദിവസമായി പ്രചരിക്കുന്ന നിർഭാഗ്യകരമായ വ്യാജവാർത്തകൾക്കിടയിലും ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ തകർക്കപ്പെടുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടു. അവ ഇല്ലാതാക്കപ്പെടും. അവരുടെ 100 കണക്കിന് ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടു. അവരുടെ മിസൈൽ ശേഖരങ്ങളും അവ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളും കനത്ത പ്രഹരമേൽക്കുന്നു. അത് പ്രധാനമാണ്. റൈസിംഗ് ലൈനിൽ ഞങ്ങൾ മിസൈലുകളും ധാരാളം ആണവ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ നശിപ്പിക്കുന്നത് ഈ മിസൈലുകളും അവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആണവായുധങ്ങളും നിർമ്മിക്കാനാവശ്യമായ ഘടകങ്ങളുണ്ടാക്കുന്ന ഫാക്ടറികളാണ്. മുമ്പ് ചെയ്തതിനേക്കാൾ രീതിയിൽ ഞങ്ങളുടെ വ്യാവസായിക അടിത്തറയെ ഞങ്ങൾ തുടച്ചു നീക്കുകയാണ്. ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗശൂന്യമാക്കി. അവരുടെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണ്. ഇന്ന് കാസ്പിയൻ കടലിലെ അവരുടെ നാവികസേനയുടെ ബാക്കി ഭാഗങ്ങളെയും ഞങ്ങൾ ആക്രമിച്ചു. അവരുടെ വ്യോമസേന ഏകദേശം നശിപ്പിക്കപ്പെട്ടു. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം ആകെ കുഴപ്പത്തിലാണ്. ഇനിയും ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് എന്നെനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. മറ്റൊരു വ്യാജവാർത്ത കൂടി തിരുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രാരംഭ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ എങ്ങനെയോ അമേരിക്കയെ ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചു എന്നതാണത്. പ്രസിഡന്റ് ട്രംപിനോട് എന്തു ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന് ആരെങ്കിലും ശരിക്കും കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. പ്രസിഡന്റ് ട്രംപ് എപ്പോഴും തീരുമാനങ്ങളെടുക്കുന്നത് അമേരിക്കയ്ക്ക് നല്ലത് എന്നദ്ദേഹം കരുതുന്ന കാര്യത്തിലാണ്. ഭാവി തലമുറകൾക്ക് നല്ലത് എന്ന് ഞാൻ കരുതുന്ന കാര്യങ്ങൾ കൂടി ഞാൻ അതിനോട് ചേർക്കട്ടെ. ഈ സാഹചര്യത്തിൽ ആ താൽപ്പര്യങ്ങൾ തികച്ചും വ്യക്തമാണ്. ഞങ്ങളുടെ നേട്ടങ്ങളുടെ വ്യക്തതയും അതുപോലെ തന്നെ. പ്രസിഡന്റ് ട്രംപിന്റെ നികടമായ ഏകോപനത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും ഞങ്ങളുടെ സൈന്യങ്ങളും ഞങ്ങളുടെ ഇന്റലിജൻസ് സർവീസുകളും തമ്മിലുള്ള നികടമായ ഏകോപനത്തിലൂടെ ഞങ്ങൾ മിന്നൽ വേഗത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ്. എന്നാൽ എനിക്കൊരു വാക്കുകൂടി പറയണം.
40 വർഷമായി ഇറാൻ ഇസ്രായേലിനും ലോകത്തിനും അപകടമാണെന്ന് ഞാൻ പറയുന്നു എന്ന് പറയപ്പെടുന്നു. അത് സത്യമാണ്. വേറെ ആരാണത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? പ്രസിഡന്റ് ട്രംപ്. 47 വർഷം മുമ്പ് ഇറാനിയൻ ഗുണ്ടകൾ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തപ്പോൾ ഈ ഭരണകൂടം എത്രമാത്രം അപകടകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തലുകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇറാൻ ന്യൂക്ലിയർ കരാർ അദ്ദേഹം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം കരാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറത്തുകടന്നു. ഞാൻ അദ്ദേഹത്തെ മാറേ ലാഗോയിൽ പോയി കണ്ടു. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, ബീബി, ഇറാൻ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാതിരിക്കുന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ്. അത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതല്ല. അവിടെയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തലുകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം 40 വർഷത്തിലധികമായി ഈ ഭരണകൂടം എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇസ്രായേലിന് മരണം, അമേരിക്കയ്ക്ക് മരണം എന്ന് ആക്രോശിക്കുകയാണ്. എന്നാൽ അവർ പറയുന്നത് ഇസ്രായേൽ അവരുടെ വഴിയിൽ നിൽക്കുന്ന ചെറിയ സാത്താൻ മാത്രമാണെന്നാണ്. വലിയ സാത്താൻ അമേരിക്കൻ ഐക്യനാടുകളാണെന്നാണ്. ഈ പ്രത്യയശാസ്ത്ര വിധാനഗാദികൾ, ഈ മാണ്ഡലികകൾ തങ്ങളുടെ നിലനിൽപ്പിന്റെ ലക്ഷ്യമായി കാണുന്നത് പാശ്ചാത്യ സംസ്കാരത്തെയും അതിന് നേതൃത്വം നൽകുന്ന അമേരിക്കയെയും തുടച്ചുമാറ്റുകയാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവനും അവർ എടുത്തു. അവർ അംഗഭംഗം വരുത്തി പരിക്കേൽപ്പിച്ചു. ബെയ്റൂട്ടിലെ അമേരിക്കൻ മറൈനുകളെ അവർ കൊന്നു. അവർ നിങ്ങളുടെ എംബസികൾ ബോംബടിച്ചു. അവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു. ഒന്നല്ല, 2 തവണ. ഇപ്പോഴവർ എണ്ണയ്ക്കുവേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഈ മാണ്ഡലികകളുടെ കയ്യിൽ ആണവമുനവുള്ള ബാലിസ്റ്റിക് മിസൈലുകളും അവ ഓരോ അമേരിക്കൻ നഗരത്തിലേക്കും ഓരോ യൂറോപ്യൻ നഗരത്തിലേക്കും ലോകം മുഴുവനും എത്തിക്കാനുള്ള മാർഗങ്ങളുമുണ്ടെങ്കിൽ അവർ എന്തു ചെയ്യാൻ പ്രാപ്തരാണെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇത് ലോകത്തിന് മുഴുവനും വലിയ അപകടമാണ്. ഇത് തീർച്ചയായും ഇസ്രായേലിന് അപകടമാണ്. ഇത് തീർച്ചയായും അമേരിക്കയ്ക്ക് അപകടമാണ്. പ്രസിഡന്റ് ട്രംപും ഞാനും ഇസ്രായേലും അമേരിക്കയും ആ കാര്യത്തിൽ ഒരേ കാഴ്ചപ്പാടാണ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ജനങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നേതാക്കൾ സത്യസന്ധരാണെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം മാത്രമല്ല പോരാടുന്നത് എന്നവർ മനസ്സിലാക്കും. ഞാൻ ഡസൻ കണക്കിന് ലോക നേതാക്കളുമായി സംസാരിക്കുന്നു. ഡസൻ കണക്കിന്. അവർക്കെല്ലാവരും അതറിയാം. സ്വകാര്യമായി അവരെല്ലാവരും അത് പറയുന്നു. അവർ സ്വകാര്യമായി അത് പറയുന്നു. എന്നാൽ ഞാനത് പരസ്യമായി പറയുന്നു. നമ്മുടെ ഭാവി സംരക്ഷിക്കുന്നതിനായി ഈ പരിശ്രമത്തെ നയിക്കുന്ന പ്രസിഡന്റ് ട്രംപിനോട് ലോകം അഗാധമായ കടപ്പാട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാം.